ഹായ് മക്കളെ, ഭർത്താവ് നിങ്ങൾക്കൊരു വില തരാത്ത അവസ്ഥയാണോ ഉള്ളത്? പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചർമ്മ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അതിലൊന്നും ഒരു നന്ദിയില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. അതുപോലെ ഞാൻ കൊടുക്കുന്ന സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കിട്ടാറില്ല, ഒരു നല്ല വാക്ക് പോലും പറയാറില്ല, എനിക്ക് ജീവിതം മടുത്തു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഈ വീഡിയോ ഫുള്ള് കാണുക. അദ്ദേഹം നിങ്ങളെ ഒരു രാജകുമാരിയെ പോലെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ വളരെ പവർഫുൾ ആണ്. എല്ലാ സ്ത്രീകളും എല്ലാ ഭാര്യമാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ടീച്ചറമ്മ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ആയിരക്കണക്കിന് മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചറമ്മ, എൻ്റെ ഭർത്താവ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല, വീട്ടിൽ ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ മക്കളെ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മെച്ചമാകാൻ സഹായിക്കുന്ന 12 സീക്രട്സ് ആണ് ടീച്ചറമ്മ ഈ വീഡിയോയിലൂടെ റിവീൽ ചെയ്ത് തരാൻ പോകുന്നത്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മക്കളെ, ആദ്യത്തെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്വയം നമ്മൾക്ക് വില കൽപ്പിക്കണം. നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. അവനവനെ തന്നെ സ്നേഹിച്ചെങ്കിലേ മറ്റുള്ളവരും നമ്മളെ വിലമതിക്കത്തുള്ളൂ. അവനവനെ തന്നെ തീരെ ഇഷ്ടമല്ലാത്ത സ്ത്രീകളുണ്ട്. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനെയാ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുക? നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രണയിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലക്ഷ്യങ്ങളുണ്ടോ? നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനെ പെർസ്യൂ ചെയ്യണം. നിങ്ങൾക്ക് പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആയിട്ട് കുക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു ടാലന്റ് ഉള്ളത്, സ്കില്ലുള്ളത്, അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പല സ്ത്രീകളും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഫോക്കസ് കൊടുക്കാറില്ല. എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഫോക്കസ് കൊടുത്തോണ്ടിരിക്കും. അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഇവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അവരെനിക്ക് വാല്യൂ തരുന്നില്ല, ഇവരെന്താ ഇങ്ങനെ. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് കൊടുക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് കൊടുത്തേ മക്കളെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ നിരന്തരം വർക്ക് ചെയ്യുക. നിങ്ങൾ സ്വയം റെസ്പെക്ട് കൊടുക്കുന്ന, സെൽഫ് വാല്യൂ ഉള്ള, സെൽഫ് വെർത്ത് ഉള്ള ഒരു സ്ത്രീയായി മാറുക. നമുക്ക് വാല്യൂ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഭർത്താവും നമുക്ക് വാല്യൂ തരും. എ ഹാപ്പി ഇൻഡിപെൻഡന്റ് വിമൻ ഈസ് അട്രാക്റ്റീവ് ദാൻ എ ഡിപ്പെൻഡന്റ് വിമൻ എന്ന് പറയാറുണ്ട്. മക്കളെ, ഓവറായിട്ട് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഒഴിവാക്കുക. പല സ്ത്രീകൾക്കും ഭർത്താവാണ് അവരുടെ ലോകം. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അദ്ദേഹത്തിന് വേണ്ടി വർക്ക്, എല്ലാം അദ്ദേഹമാണ്. അവിടുന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ പല സ്ത്രീകളും തകർന്നടിഞ്ഞ് ഒന്നുമല്ലാതായി തീരുകയാണ്. നിങ്ങൾ അവരുടെ ആ ലോകത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക മക്കളെ. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, അതായത് നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഹോബീസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങളുടെ കരിയർ ഗോൾസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. ഇതിലേക്കൊക്കെ ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഓവർ ഡിപ്പെൻഡന്റ് ആകാൻ എവിടെയാ സമയം? ഹസ്ബൻഡുമായിട്ട് നല്ലൊരു ബോണ്ട് വേണം എന്ന് വിചാരിച്ച് ഓവർ ഡിപ്പെൻഡന്റ് ആകാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ സ്ത്രീകളും, ടീച്ചറമ്മയെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളോട് പറയുന്നത്, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങൾ സ്വയം വാല്യൂ ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവെന്നല്ല എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ അടുത്ത സീക്രട്ട് എന്ന് പറയുന്നത്, മക്കളെ, നിങ്ങൾ ഈസിലി അവൈലബിൾ ആകാതിരിക്കുക. നിങ്ങൾ ഈസിലി അവൈലബിൾ ആകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരു വാല്യൂ കാണത്തില്ല. എപ്പോഴും അവരുടെ പിന്നാലെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ നടക്കും. സ്വന്തം പ്രയോറിറ്റീസ് മാറ്റിവെച്ച് ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിയുമ്പോൾ നിങ്ങളെ അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആ രീതിയിൽ എടുക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു, അടുത്ത സെക്കൻഡിൽ തന്നെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ പ്രയോറിറ്റി കൊടുക്കുക. ഈസിലി അവൈലബിൾ ആയാൽ നിങ്ങൾക്ക് വാല്യൂ കുറയും. അപ്രീസിയേഷൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലെ? അപ്പൊ നമ്മൾ നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കുക. അവരെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് പറയും. ഓവർ അപ്രീസിയേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ, ഫ്രണ്ട്സിന്റെ മുമ്പിൽ, ഫാമിലിയുടെ മുമ്പിലൊക്കെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങോട്ട് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. ഒരു പക്ഷേ അവർ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് അപ്രീസിയേഷൻ തന്നില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടേക്ക് അപ്രീസിയേഷൻ കൊടുക്കാം. മെല്ലെ 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 അവരും തിരിച്ച് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കോളും. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഭർത്താവ് നമ്മളെ മനസ്സിലാക്കും.
ഓ ഇവൾ ഇത്രയേ ഉള്ളൂ, ഇവൾ ഇങ്ങനെയാണ്. അവര് നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കി ഇവർക്ക് ഈ ഒരു കഴിവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളെ ഒരു വില കുറച്ച് കാണാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കാതെ നിങ്ങൾ സ്വയം ചിന്തിക്കുക, എനിക്കിനി പുതിയ സ്കില്ലുകൾ പഠിക്കണം, എനിക്ക് എൻ്റെ കഴിവിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. ഞാനൊരു സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് എന്താണ് കഴിവ്, എനിക്ക് ഒരു കഴിവില്ല. ഒരു മനുഷ്യർക്ക് എന്തെല്ലാം കഴിവുകളാണ് ഉള്ളത്, പക്ഷെ ഞാൻ എൻ്റെ കഴിവ് ലാസ്റ്റ് കണ്ടെത്തിയില്ലേ. അപ്പൊ അതിൽ ശോഭിക്കാൻ കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എന്താണ് കഴിവുള്ളത്, എനിക്ക് ആ കഴിവുകളെ ഒന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ലുക്കൊക്കെ മാറ്റുക മക്കളെ. എപ്പോഴും ഇങ്ങനെ ഒരുപോലെ ഇരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ കട്ട് ചെയ്യുക, നിങ്ങൾ ഫേഷ്യൽ ചെയ്യുക, അതല്ല ഒരുങ്ങി സുന്ദരിമണികളായിട്ട് നടക്കുക. നിങ്ങളുടെ ലുക്കൊക്കെ മാറ്റി കഴിയുമ്പോൾ തന്നെ അവർ ആകെ വണ്ടടിക്കുക, പഴയ ആളെ അല്ലല്ലോ, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം ഒന്നും അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക. കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഓപ്പൺ ബുക്ക് ആയിപ്പോ. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നല്ല ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം മക്കളെ. പല സ്ത്രീകളുടെയും പ്രശ്നം എന്താണെന്നറിയാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉടനെ കരയാൻ തുടങ്ങും. കണ്ണീരതേ കണ്ണിന്റെ അറ്റത്ത് ഇങ്ങനെ വെച്ചേക്കാം, ഉരുട്ടി താഴെട്ടിടും. ഇനി ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ കരയുക, ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്തേ, എനിക്ക് ഒരു സിറ്റുവേഷൻ വന്നു, എനിക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇങ്ങനെ ഭർത്താവിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ചില ഭർത്താക്കന്മാർ പറയാറുണ്ട് ഭയങ്കര ഓവർ ഡിപ്പെൻഡന്റ് ആണ്, ഇങ്ങനെ എപ്പോഴും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവുക, ദേഷ്യം പിടിക്കുക, പൊട്ടിത്തെറിക്കുക, അലറുക, ബഹളം വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ഇമോഷണലി, ഞാൻ പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, ഇമോഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല മക്കളെ. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൺട്രോളിൽ നിർത്തും. ഒരു പ്രോബ്ലം വരുമ്പോൾ കരയാനും അലറാനും ബഹളം വെക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും. നല്ല സ്ട്രോങ് ലേഡീസ് ആയിട്ട് നിൽക്കുക. ഈ ഓരോ നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോഴും ചിന്തിക്കുക, ഈ പ്രശ്നത്തെ കുറിച്ചല്ല, ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ഈ പ്രോബ്ലത്തിൽ നിന്ന് എനിക്ക് എന്ത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകണം. ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഓവർ ഡിപ്പെൻഡ് ചെയ്ത് എന്തൊരു കാര്യം വന്നാലും ഇങ്ങനെ ഷെയർ ചെയ്ത് അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാതെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റേൺ ആയിട്ട് നിന്നാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും വിലമതിക്കും. എന്തും സഹിച്ചു കിടക്കുന്ന സ്ത്രീകളുണ്ട്. അതായത് ഭർത്താവ് എങ്ങനെ പെരുമാറിയാലും എനിക്ക് പോകാനൊരു ഇടവില്ല, എൻ്റെ കുഞ്ഞുങ്ങള് അച്ഛനില്ലാത്ത കുട്ടികളായിപ്പോ, സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട് പല വീടുകളിലും, അതായത് ഒരു കൂരയ്ക്ക് താഴെ രണ്ടു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. പലപ്പോഴും മക്കളെ ഓർത്ത്, സാഹചര്യങ്ങൾ ഓർത്ത്, വീട്ടുകാരെ ഓർത്ത്, ബന്ധുക്കളെ ഓർത്ത്, നാട്ടുകാരെ ഓർത്ത് എല്ലാം സഹിച്ചു കിടക്കുന്ന സ്ത്രീകളുണ്ട്. മക്കളെ, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകണം. അതായത് നിങ്ങൾ അങ്ങനെ സഹിച്ചു കിടക്കണമെന്ന് ടീച്ചർ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ചിന്തിക്കുക. എനിക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കണം. നമുക്കൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വാല്യൂയും റെസ്പെക്റ്റും കിട്ടും. നിങ്ങൾ ഇങ്ങനെ സഹിച്ചു കിടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾ അങ്ങനെ സഹിച്ചു ജീവിക്കൂ. സ്വയം ചിന്തിക്കുക, എനിക്ക് എന്ത് കഴിവാണ് ഉള്ളത്, എനിക്കതിനെ അങ്ങനെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് അങ്ങനെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തി നിങ്ങൾ അതിൽ നിന്നും വരുമാനം നേടി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴും നല്ല പ്രസന്റബിൾ ആയിരിക്കുക, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുക. ചില സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് മുഷിഞ്ഞ വസ്ത്രമായിട്ടല്ലേ, ഡ്രസ്സിനകത്ത് കുറേ വെള്ളവും കുറേ കറികളുടെ അടയാളവും ഒക്കെ ആയിട്ടൊരു പ്രസന്റബിൾ അല്ലാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാം. എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും പറയും ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മുഷിയും. ജോലി ചെയ്ത് മുഷിഞ്ഞാൽ ഉടനെ നമ്മൾ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അത്യാവശ്യം നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്ത്, നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇഷ്ടമാണോ, മന്ത്ലി വൺസ് എങ്കിലും പോയി നിങ്ങൾ ഫേഷ്യലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പെഡിക്യൂറോ ത്രെഡിങ്ങോ ഇതൊക്കെ ചെയ്ത് എപ്പോഴും നല്ല നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നിങ്ങൾ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധ കൊടുക്കുക. പലരും വിവാഹശേഷം കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞ ശേഷം ശരീരമൊക്കെ ഒരുപാട് വീർത്ത് കുറച്ച് എന്താ പറയുക അഭംഗിയിലേക്ക് പോകുന്നതായിട്ടൊക്കെ പല സ്ത്രീകളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, അത് കൂടാതെ തന്നെ എന്തെങ്കിലും ഒരു വർക്കൗട്ടോ യോഗയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് സൂപ്പറാക്കി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും സൂപ്പർബാക്കി നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കി മാറ്റണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ടീച്ചർമാർ നിങ്ങളെ വെൽക്കം ചെയ്യാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക്. സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്ത സ്റ്റുഡൻസ് ഒക്കെ അവരുടെ വീടുകൾ സ്വർഗമാക്കി കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പുതിയ ബാച്ച് മാർച്ച് 2-നാണ് കേട്ടോ ആരംഭിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക 9567274997. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.